ഇതിപ്പോ ആരോട് പറഞ്ഞൊരിക്കൽ ശരിയാവല്? ആരാന്റെ ജീവിതം ശരിയാക്കാനിപ്പോ ആളുകൾ പഠിച്ചു തുടങ്ങിയ. അല്ല, ഇനിയിപ്പോ ഓൻ പറയുന്ന പോലെയാ നീ ജീവിക്കാൻ പോന്നെ? എത്ര കാലം? 6 മാസോ? അല്ല, 6 മാസം ഓൻ കുറിച്ച് തന്ന പോലെയാ നീ ജീവിക്കാൻ പോന്നെ? ഇനി 6 മാസം അപ്പത്തേക്ക് നിന്റെ കൊടലിലുള്ളത് പെറൂലേ പെണ്ണേ. നീ ഓനോട് എന്തെങ്കിലും പറഞ്ഞിനാ? അന്നേരം നിനക്ക് ഓന്റെ ചീട്ട് മാറ്റി ചെയ്തണ്ടേ? അല്ല, നീ ഇപ്പൊ ഓനോട് പറഞ്ഞിനാ നിനക്കിപ്പോ എത്ര മാസായിന്ന്? നിന്റെ ഓനുമായിട്ട് നീ കൊക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നീ എന്ത് പണ്ടായിരത്തിന് ഓൻ്റെ ഒക്കെ പൊറുതി കെട്ടിപ്പോയിനി? എന്തെന്ന് നിസ്സായതയാ? ഓ, ഒരു പെണ്ണിന്റെ നിസ്സായതയാ? അത് കേട്ടാണ് ഇല്ലത് പെണ്ണിന്റെ ചന്തിക്ക. കുടുംബത്തിന്റെ അന്തസ്സും മോളെ ഭാവിയല്ല അത് നിൽക്കൂല്ലേ? ഇത്രയെല്ലായിട്ട് ഇപ്പൊ എല്ലാം ശരിയായ പിന്നെന്തിനാണ് നിന്റെ കണ്ണുമൂടി ഇങ്ങനെ വീങ്ങിയിരിക്കുന്നത്? അങ്ങനെ വെറുതെ വിങ്ങണ്ട കണ്ണുമൂടൊന്നല്ല നിന്റേത്. പെണ്ണായ തെറം വേണം, തണ്ടും തടിയും വേണം, തണാറ് ഊരാണ്ട് നോക്കണം. ഏത് പ്രായത്തിലും ഏതൊരുത്തനും മറിഞ്ഞു നോക്കണം. ഈ കല്യാണിക്ക് നീ പറയുന്ന പോലെ ഈ വലിയ വലിയ കാര്യമൊന്നും അറിയില്ല, പക്ഷെ ഒന്നറിയും, ആണുങ്ങളെ കുറിച്ചിട്ട് അറിയും. നിനക്കെന്തെന്നറിയല്? മണ്ണാങ്കട്ടിയാ? ആണുങ്ങള് പല തരക്കാരാണ്, ഓരോരുത്തർക്കും ഓരോ സ്വഭാവം. മനുഷ്യന്മാരെ ബീമ്പ് പറഞ്ഞ് വെറുപ്പിക്കുന്ന ചിലരുണ്ട്. ഈല് നല്ലത് ആളെ മുമ്പൊന്നും മുണ്ട് കരന്ന് കയറ്റുന്നത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സൈക്കൂലപ്പ. പിന്നെ പണ്ടൊരുത്തൻ ഞാനൊരിക്കൽ കൊടുത്തിനി മുട്ടക്കുന്ന് കെട്ടെടുത്ത് കീയുമ്പോ കിളിമ്പീറ്റ് പിന്നെ ഓൻ പറയല് എനിക്ക് മറ്റേ പണി എടുക്കലെന്ന്. നായി. പിന്നെ ചിലരുണ്ട് നല്ല ഒന്നാന്തര ഇരപിടിയന്മാര്. പക്ഷേങ്കിൽ ഐറ്റിങ്ങൾ ആർക്കും തിരിയില്ല പെണ്ണേ. പൊള്ളുമ്പോളേ തിരിയൂ. തിരിഞ്ഞിട്ടും കാര്യം ഉണ്ടായില്ല. ഐറ്റിങ്ങളെ പിന്നാലെ പോകുന്ന പെണ്ണുങ്ങള് വീട് പിടിച്ച് നിലത്തിറക്കാൻ തോന്നും. പിന്നെ വേറെ ചിലരുണ്ട് നാട്ടുകാരോട് മൊത്തം യുദ്ധത്തിൽ നടക്കുന്നപ്പ്യ. അപ്പേടാറ്റൊന്ന് തെറ്റിയങ്ങുണ്ടല്ലോ കുയിലിലെ വെല്ലിമേനും വെല്ലിച്ചനും വരെ പറയും. പിന്നെ അപ്പേനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, കഴിഞ്ഞ ജന്മത്തില് മാമാങ്കത്തിന് പോയിട്ട് മരിച്ചതായിരിക്കും. പിന്നെ ചിലവരുണ്ട് അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പാട്ടും പാടിയിട്ടൊന്നും നടക്കില്ല. ചിരിക്കാൻ അറിയുന്നവരും പെണ്ണുങ്ങളെ മാനിക്കുന്നവരും ആയിരിക്കും. നമുക്കെന്തെങ്കിലും ബേജാറുണ്ടെങ്കിൽ മിണ്ടാണ്ട് അടുത്ത് വന്നിരിക്കും. ഉയിൻ്റെ അപ്പാ, അടുത്ത ജന്മത്തിലെങ്കിലും അപ്പനെ പോലത്തെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ പണിക്ക് പോയില്ലെങ്കിൽ സാറല്ല, ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ചോളാം. ഇത് കല്യാണി. ഇവൾക്ക് ലിംഗരാഷ്ട്രീയത്തെക്കുറിച്ചും ബോഡി പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും വലിയ വിവരമൊന്നുമില്ലെങ്കിലും ചുറ്റുമുള്ള ആൾക്കാരെ അറിയാം, ചുറ്റുപാടുകളെക്കുറിച്ചറിയാം, ആൾക്കാരെയും ചുറ്റുപാടുകളെയും തിരിച്ചറിയാം.